അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ളവരെ, നാം എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപ് യാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വിടുന്ന വോയിസ് കേട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റൊക്കെ രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നിശ്ചയം അള്ളാഹു എന്നും ശേഷിക്കുന്നവനാണെന്നും അവനല്ലാത്തവയെല്ലാം നശിച്ചു പോകുമെന്നും മരണം യാഥാർത്ഥ്യമാണെന്നും അതിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ലെന്നും നാം ദൃഢമായി വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹു തആല പറഞ്ഞു, കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു. അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. വീണ്ടും അള്ളാഹു തആല പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അതിൽ ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്. മഹാനും ഉദാരനുമായ താങ്കളുടെ നാഥൻ ശേഷിക്കുകയും ചെയ്യും. മരണം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയല്ല, മറിച്ച് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങലും നശ്വര ഭവനത്തിൽ നിന്ന് ശാശ്വത ഭവനത്തിലേക്ക് യാത്രയാകലുമാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മരണം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും ആത്മഹത്യയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം അവരുടെ ചിന്ത മരണത്തോടു കൂടിയെല്ലാം അവസാനിക്കും എന്നാണ്. അതല്ല, ശരിക്കുള്ള മരണത്തിൻ്റെ വിവക്ഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നശ്വര ഭവനത്തിൽ നിന്നും ശാശ്വത ഭവനത്തിലേക്ക് യാത്രയാകലാണ്. ഇതാരം മരണത്തിൻ്റെ അർത്ഥം. പരലോകത്തിൻ്റെയും ശാശ്വതമായ ജീവിതത്തിൻ്റെയും ആദ്യത്തെ കവാടമാണ് മരണം. അവിടെ അള്ളാഹു സ്വർഗവും നരകവും തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊരുവൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും ദുനിയാവിൽ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവൻ്റെ പരലോക ജീവിതം വിജയവും സംതൃപ്തമായിരിക്കുമ്പോഴും അവൻ സന്മാർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. അവിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ നരകത്തിൽ പ്രവേശിക്കുകയും വ്യക്തമായ നഷ്ടത്തിലായിത്തീരുകയും ചെയ്യും. മനുഷ്യൻ മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കൽ അത്യാവശ്യമാണെന്ന് റസൂലുള്ളാഹി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണത്തെ ഓർക്കാൻ കൊണ്ട് മാത്രമാണ് അത് എളുപ്പമായിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിഹിൽ ലദ്ദാത്ത്. എല്ലാ ആനന്ദകരമായതിനെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കുക. എല്ലാ ആനന്ദകരമായ കാര്യങ്ങളെയും മുറിച്ചു കളയുന്ന ഒരവസ്ഥയാണ് മരണം. അതിനെ നീ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. മരണത്തിൻ്റെയും അതിൻ്റെ വേദനയുടെയും ഭീകരതയും ഖിയാമത്ത് നാളിൻ്റെ ഭീകരതയും അതിൻ്റെ പ്രകമ്പനവും പുനരുദ്ധാരണ ദിവസത്തിൻ്റെ ഭീകരതയും അതിൻ്റെ കാഠിന്യതയും നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ്റെ നിരോധനങ്ങൾ വർജിക്കുകയും എപ്പോഴും മരണത്തെ ഓർക്കുകയും ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. കാരണം നാം എവിടെ വച്ചാണ് മരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. അല്ലാഹു തആല പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നാളെ എന്താണ് താൻ ചെയ്യുകയെന്നും ഏത് നാട്ടിൽ വെച്ചാണ് താൻ മരിക്കുകയെന്നും ഒരാളും അറിയുകയില്ല. നിശ്ചയം അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ദുനിയാവിൽ നീ ഒരു വഴി യാത്രക്കാരനെ പോലെയോ
ഒരു വിദേശിയെപ്പോലെയോ ആയിത്തീരണം. നിൻ്റെ ശരീരത്തെ നീ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്യുക. കാരണം ഇവിടെ എന്നും ജീവിച്ചിരിക്കുമെന്നുള്ള ബോധം നിനക്കുണ്ടാകരുത്. ഇതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ഇദാ അംസൈത ഫലാ തൻദിറു സ്വബാഹ് വഇദാ അസ്ബഹത ഫലാ തൻദിറുൽ മസാ. വൈകുന്നേരമായാൽ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്, പ്രഭാതമായാൽ നീ സായാഹ്നത്തെയും വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുഅ്മിനീങ്ങളെ, പ്രിയരെ, ബഹുമാനികളെ, ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണെന്നൊന്നും പ്രവചിക്കാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഒരു ദിവസം നാം മരണത്തെ, ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് മരണത്തെ ഓർക്കാത്ത ദിവസം കഴിഞ്ഞു പോകരുത്. അങ്ങനെ പോയാൽ നമ്മൾ തിന്മയിലേക്ക് കൂപ്പുകുത്തുകയും തിന്മ അധികരിച്ച് പാപമോചനത്തിന് പാപം കൂടാൻ സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് മരണത്തെ ഓർക്കുന്നത് നാം വർദ്ധിപ്പിക്കുക. അള്ളാഹു അങ്ങനെ ഓർക്കുവാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും നാം ഏവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.